അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തട്ടുകളും തടസ്സങ്ങളും അതുപോലെ മുടക്കങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എങ്ങനെയാണ് അത് ഒഴിവാക്കുക, അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന ചെറിയ ഒരു രൂപത്തിലുള്ള കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ മടിയായിരിക്കും, അല്ലെങ്കിൽ അലസരായിരിക്കും. അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. മടി കൊണ്ടും അലസത കൊണ്ടും അതൊരു തട്ട് തടസ്സങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ട് വന്നതാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിലെ മടി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ചില ആളുകൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ കച്ചവടം മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ പഠനം ഉഷാറായി മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് സ്റ്റക്കായിക്കൊണ്ട് അലസതയും മടിയും ക്ഷീണവും അവരുടെ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നു. ഇത് അവരുടെ ജീവിതത്തിൽ നേരത്തെ ഉള്ളതല്ല, പെട്ടെന്ന് പിന്നീടുണ്ടായ ഒരു പ്രോബ്ലമാണ്. അത് അവർക്ക് തന്നെ മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുമില്ല. എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് അവർ ആലോചിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടൽ എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. അത്തരം ആളുകൾക്കാണ് ജീവിതത്തിൽ മുടക്കങ്ങളുണ്ട് എന്ന് പറയാനുള്ള കാരണം. ചില ആളുകൾക്ക് അവരുടെ ജോലിക്ക് പോകാൻ വലിയ മടി വരിക. സാധാരണ ഒരു മടിയുമില്ലാത്ത മനുഷ്യനാണ്, കൃത്യമായി പോകുന്ന വ്യക്തിയാണ്. പെട്ടെന്നാണ് മടി വന്നത്. പിന്നീട് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്കോ ഷോപ്പിലേക്കോ പോകാൻ മനസ്സ് വരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പണിക്കാർ ഷോപ്പിലേക്ക് വരാൻ തോന്നാതെ അവർ വരാതിരിക്കുക. ഇതൊക്കെ ഇത്തരം മുടക്കങ്ങളെ കൊണ്ടും തടസ്സങ്ങളെ കൊണ്ടും ഉണ്ടാകുന്ന വിഷയമാണ്. ചില ആളുകൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വീട് പണിക്കുള്ള തൊഴിലാളികൾ വരാതിരിക്കുക. എങ്ങനെയായാലും നിരന്തരമായി പണിക്കാർ വീട് പണിക്ക് എത്താതിരിക്കുക എന്നുള്ളത്, അങ്ങനത്തെ തടസ്സങ്ങൾ വന്നുകൊണ്ട് അത് മുടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോകുന്ന ഡിലേ ആകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പഠനത്തിലാണ് മടി ഉണ്ടാകുക. നല്ലവണ്ണം പഠിക്കുന്ന, പഠനത്തിൽ യാതൊരു മടിയോ മുടക്കങ്ങളോ ഇല്ലാത്ത ആളുകൾ ഒരു ഘട്ടമെത്തുമ്പോൾ പെട്ടെന്ന് മടി വരുന്നു, ഉറക്കം വരുന്നു, പഠിക്കാൻ ഇരിക്കുമ്പോഴേക്കും അലസത വരുന്നു, കോട്ടുവായിടുന്നു, ഉറങ്ങിപ്പോകുന്നു. തീരെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇതൊക്കെ മുടക്കങ്ങളെ കൊണ്ടുണ്ടാകുന്നതാണ്. ഇത്തരം മുടക്കങ്ങൾ ഒരു പക്ഷെ കണ്ണീർ കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ കരിനാക്കുള്ള ആളുകൾ അവരുടെ പറച്ചിൽ കൊണ്ട്, നാവേറ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സിഹിർ കൊണ്ടും പിശാചിൻ്റെ ശല്യം കൊണ്ടൊക്കെ ഈ മുടക്കങ്ങൾ ഉണ്ടാകും. ചില ആളുകൾക്ക് അവർ താമസിക്കുന്ന പറമ്പിലുണ്ടാകുന്ന പറമ്പ് ദോഷം കൊണ്ടും ഇത്തരം മുടക്കങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ അവർ അതിനുള്ള പരിഹാരം തേടുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. ഇനി ചെറിയ രൂപത്തിലുള്ള മുടക്കങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വമേധയാ അത് മാറ്റിയെടുക്കാൻ കഴിയും. അതിനവർ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയത്തിൽ കുർസി 11 വട്ടം ഓതിയിട്ട് അവരെ നെഞ്ചിലേക്ക് ഊതുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരെ കയ്യിലേക്ക് ഊതിയിട്ട് തലയുടെ മൂർധാവ് മുതൽ ശരീരമാസകലം മൊത്തത്തിൽ തടകുക എന്നുള്ളതാണ്. ശരീരം മൊത്തം, കയ്യും കാല് വരെ, കാൽപാദം വരെ ആ ആയത്തിൽ കുർസി കയ്യിൽ ഊതിയ ശേഷം തടകുക എന്നുള്ളത് അതിൻ്റെ ഈ കെട്ടുകൾ തീർന്നു പോകാനുള്ള കാരണമാണ്. അതോടൊപ്പം തന്നെ സൂറത്തു തൗബയിലുള്ള അവസാനത്തെ 2 ആയത്തുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ 2 ആയത്തുകൾ 7 വട്ടം വീതം സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയും അതേപോലെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയും ഓതുക എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ രൂപത്തിലുള്ള മുടക്കങ്ങളും തടസ്സങ്ങളൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് തന്നെ ബാക്കിലായി നമുക്ക് ഉണർവും ഉന്മേഷവും വിജയവും ഉണ്ടാകും. അതേസമയത്ത് ഇതുകൊണ്ടും പരിഹാരമാകാത്തതാണെങ്കിൽ, അതിശക്തമായ തടസ്സങ്ങളും മുടക്കങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ ഓത്തുകൊണ്ട് മാത്രം പരിഹാരമായി കൊള്ളണമെന്നില്ല. അങ്ങനെ പരിഹാരമാകാത്തതാണെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റിയ ഒരാളെ സമീപിച്ചുകൊണ്ട് ഒരു പക്ഷേ മന്ത്രിച്ച് ഒഴിവാക്കേണ്ട ഘട്ടം എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം കർമ്മങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഈ വിഷമത്തിൽ നിന്ന് തടിയുരാനും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഏതായാലും നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് തടസ്സം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരത്തിലേക്ക് കടക്കുകയുമാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ
ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്തേണ്ട ആളുകൾ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് അവരിങ്ങനെ തകർന്ന് പരാജയപ്പെട്ട് വിജയിക്കേണ്ട ആളുകൾ പരാജയത്തിലേക്ക് പോകുന്ന ഘട്ടം എത്തുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ തടസ്സങ്ങളിൽ നിന്നും മുട്ടുമുടക്കങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാ കണ്ണേറും സിഹിറും എല്ലാ പൈശാചികതയും ഭൂതപ്രേത പിശാചുക്കളും എല്ലാ വിഷമങ്ങളും ബാധകളും ഭൂതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി റാഹത്ത് സലാമത്ത് സന്തോഷം വിജയം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.